വളരെ ജെന്യുവൻ ആയിട്ടുള്ള വീഡിയോസ് ആണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന അത്ര ഈസി ഒന്നും അല്ല ഇത് സ്കൂപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. കണ്ടപ്പോഴത്തേക്ക് ഇത് പോയി. നിങ്ങളും പഠിക്കും, ഞാനും പഠിക്കും. സജാസല പുതിയൊരു എപ്പിസോഡായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാധാരണ എപ്പോഴും ഫാഷൻ ട്രെൻഡ്, പുതിയ പുതിയ ഡ്രസ്സസും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഈ ഒരു റമദാന് ഞാൻ വിചാരിച്ചു കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എന്തൊക്കെയാണ് ഈ ഇഫ്താറിന് ട്രൈ ചെയ്യുന്നത് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്ത് നിങ്ങളോടൊപ്പം ട്രൈ ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, സോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള ഓറഞ്ച് പോസെറ്റ് ആണ്. അതിപ്പോ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. സോ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ താഴെ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ലിസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ഇനി നമുക്ക് അത് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് നോക്കാം. അതിൽ പറയുന്നതെന്ന് വെച്ചാല് ഓറഞ്ച് കട്ട് ചെയ്യാം. ഞാൻ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓറഞ്ച് ലെമണും വേണമെന്ന് പറയുന്നുണ്ട്. ലെമണും വെച്ചിട്ടുണ്ട്. ലെമൺ ജ്യൂസ് ആണ് നമുക്ക് വേണ്ടത്. ഓറഞ്ച് ജ്യൂസ് ഓൾറെഡി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച്. ദെൻ നമുക്കിപ്പോ ഓറഞ്ച് ഞാനിപ്പോ ഒരു 3 ഓറഞ്ചസ് ആണ് എടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഇതിനെ നമുക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന അത്ര ഈസി ഒന്നും അല്ല ഇത് സ്കൂപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. കംപ്ലീറ്റ് ചിലതൊക്കെ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിക്കുന്നത് അല്ലേ? നിങ്ങളും പഠിക്കും, ഞാനും പഠിക്കും. ട്രൈ ചെയ്യാം നമുക്ക്. ഇത്രയും നല്ല ഷാർപ്പായിട്ടുള്ള സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ സ്കൂപ്പ് ചെയ്ത് എടുക്കുന്നത്. പക്ഷെ ഇതിന്റെ ആ ഒരു മിഡ് പോർഷൻ എത്തുമ്പോൾ അത് ഇളക്കി എടുക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട്. വളരെ ജെന്യുവൻ ആയിട്ടുള്ള വീഡിയോസ് ആണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആക്ച്വലി ഇത് 3 ഓറഞ്ച് എനിക്ക് പണിയായിട്ടുണ്ട്. എല്ലാം ഹോള് വന്നിട്ടുണ്ട്. ആകെ കൂടി 4 ഓറഞ്ച് എടുത്തപ്പോ ഇതാ ഇങ്ങനെയായി. വീഡിയോസിലൊക്കെ കാണിക്കുമ്പോൾ എന്തൊരു ഈസിയാണെന്ന് അറിയാമോ ഈ റെസിപ്പീസ് ഒക്കെ. പക്ഷെ എന്നാലും നമുക്ക് അറ്റ് ദി എൻഡ് ഇത് എങ്ങനെ വരുന്നേ നോക്കാമല്ലോ. സജ പറയുന്നത് ഭയങ്കര കെയറോടുകൂടി ഉമ്മ ചെയ്യണം എന്നാണ് പറയുന്നത്. ആരെങ്കിലും ഇത് ചെയ്ത് സക്സസ് ആയിട്ടുള്ളവര് ജസ്റ്റ് എനിക്ക് ഈസി ആക്കാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. അതിന്റെ ആ മിഡിൽ പോർഷൻ ആണ് കുറച്ച് ഹാർഡായി നിൽക്കുന്നത്. കണ്ടപ്പോഴത്തേക്ക് ഇത് പോയി. എനിവേസ് നമുക്ക് 3 എണ്ണം കിട്ടിയിട്ടുണ്ടോ? 3 എണ്ണം കിട്ടിയിട്ടുണ്ടോ? മതി, അത് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇതാ ഇല്ല 4 എണ്ണം സക്സസ് ഡൺ. അപ്പൊ നമുക്ക് 4 സ്കൂപ്പ് ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട് ഓറഞ്ച് പീല്. ഓക്കെ, ഞാൻ ഓൾറെഡി വേറെ കുറച്ച് ഓറഞ്ചിന് ജ്യൂസ് എടുത്ത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ലെമൺ ജ്യൂസ് കൂടി സ്ക്വീസ് ചെയ്ത് ഒഴിക്കാം. അപ്പൊ ഞാൻ അതിലേക്ക് ലെമൺ ജ്യൂസ് കൂടെ സ്ക്വീസ് ചെയ്ത് ഒഴിക്കുന്നുണ്ട്. Then what is the next step? നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. ലെമൺ ജ്യൂസ് എടുത്തു. ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് എല്ലാരും പറയുന്നത് ക്രീം എന്ന്. ഞാൻ യൂസ് ചെയ്യുന്നത് അതും കൂടെ ക്ലിയർ ആയി പറയാം. നെസ്ലയുടെ ക്രീമാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം ഈ ഒരു പാനിലേക്ക് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമില് ഫ്രഷ് ക്രീമാണ് ഞാൻ ഇതിലോട്ട് ഇടുന്നത്. ഓക്കെ, കുറച്ചധികം ക്രീം തന്നെ ഇടുന്നുണ്ട്. ദെൻ ഒരു ഫുൾ ടീ ഇട്ടിട്ടുണ്ട് കേട്ടോ. ദെൻ ഷുഗർ വേണം. ഷുഗർ നമുക്ക് ഒരു 1, 2, 3, 4 സ്പൂൺസ് ഓഫ് ഷുഗർ ഇട്ടിട്ടുണ്ട് ഞാന്. പിന്നെ കുറച്ച് വാനില എസൻസ്, ദാറ്റ് ഈസ് ഓൾസോ ഒരു. നമുക്ക് നോക്കാം ഇതെങ്ങനെ വരുന്നത്. ചെറിയത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ചെയ്യണം കേട്ടോ. എല്ലാം ലോ ഫ്ലെയിമിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ദെൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിൽ നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടും നല്ല പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ചെറുതാണ് കേട്ടോ. ചെറിയ കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, നന്നായി മിക്സ് ചെയ്ത് സ്റ്റിർ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ.
ആഫ്റ്റർ ദാറ്റ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസ്, ഓറഞ്ച് ആൻഡ് ലെമൺ ജ്യൂസ് കേട്ടോ, ഇതിലേക്ക് ഇത് കുറച്ചൊരു തിക്ക് നമ്മുടെ കസ്റ്റർഡ് പോലെയൊക്കെ ആയി വരുമ്പോൾ അതുകൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിന്റെ കറക്റ്റ് സത്യം പറഞ്ഞാൽ എനിക്കിതിന്റെ എത്ര ക്വാണ്ടിറ്റി മെഷർമെന്റ്സിന്റെ ഒരു കണക്കിലേക്ക് പറയാൻ ഞാൻ ആയിട്ടില്ല. നെക്സ്റ്റ് ടൈം ഇത് ട്രൈ ചെയ്ത് സക്സസ് ആയാൽ മാത്രമേ ഞാൻ എന്തായാലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇതിലേക്ക് കുറച്ച് ഓറഞ്ചിന്റെ സെസ്റ്റ് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഓറഞ്ചിന്റെ തോല് ജസ്റ്റ് ഒന്ന് ഷ്രെഡ് ചെയ്തിട്ട് അതുകൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. സോ അത്യാവശ്യം നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ ഇത് വന്നിട്ടുണ്ട്. ആഫ്റ്റർ ദാറ്റ് നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പം ഞാൻ ഈ ഓറഞ്ച് ഉണ്ടാക്കിയത് ഇതിലോട്ട് ഒഴിക്കുകയാണ് സെർവ് ചെയ്യാൻ. കറക്റ്റ് 4 പേർക്കുള്ളത് സെർവ് ചെയ്യാനുള്ളതുണ്ട്. അപ്പം ഫൈനലി ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതിനെ ഇനി ഒന്ന് റെഫ്രിജറേറ്ററിൽ വെച്ചെടുക്കാം. അപ്പൊ നമുക്ക് നോക്കാം അതിനുശേഷം എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാൻ പറയാം കേട്ടോ. ഞാൻ കറക്റ്റ് ഒപ്പീനിയൻ പറയും. അപ്പൊ ഫൈനലി നമ്മുടെ ഓറഞ്ച് പോസറ്റ് റെഡിയാണ്. അപ്പൊ ഞാൻ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കുഴപ്പമില്ല കേട്ടോ, നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഉണ്ടാക്കിയ സാധനം ഞാൻ എന്തായാലും നല്ലതെന്നല്ലേ പറയുള്ളൂ എന്ന് ആയിരിക്കും നിങ്ങളിപ്പം ചിന്തിക്കുന്നത് അല്ലെ? സത്യം പറഞ്ഞാൽ കൊള്ളാം. കുറച്ച് നമുക്ക് ആ ഒരു സിട്രിക്, ഒരു വൈറ്റമിൻ സി കുടിക്കുന്ന പോലൊരു ഫീല്. വൈറ്റമിൻ സിയുടെ ഒരു നമ്മൾ മെഡിസിൻ ഒക്കെ എടുക്കത്തില്ലേ, കുറച്ച് സിട്രിക് ഇങ്ങനെ കൂടുതലാണ്. പക്ഷെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിന്റെ ഒരു ക്രീമി കൺസിസ്റ്റൻസി ഒക്കെ നല്ലുണ്ട്. സംഭവം നല്ലത്. നല്ലൊരു ഹെൽത്തി പുഡിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇറ്റ്സ് റിയലി നൈസ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.